കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നു ഗുരുവായൂരപ്പനെന്ന് ഉദാസ്തമന പൂജ ഉണ്ടായിരുന്നു. എല്ലാ പൂജകളും ഉച്ചപൂജയും കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുക. എന്തൊരു ഒരു മിടുമിടുക്കനായിട്ടൊരു ഉണ്ണി. നല്ല കൗതുക. കുഞ്ഞിക്കാൽമേൽ അത് ആ പൊൻതളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുഞ്ഞിക്കുമ്പേൻ്റെ മുളങ്ങനെ പറ്റിക്കട കുഞ്ഞിക്കുമ്പാറ കുറച്ച് കഴിച്ചിങ്ങനെ വൃത്തുണ്ട്. ഏതാ വെണ്ണ, പാല്, പാൽപ്പായസം, പാലട, ത്രിമധുരം, എലിശ്ശേരി, വറുത്തുപ്പേരി, കദളിപ്പഴങ്ങൾ, പിന്നെ എന്താ പറയുക, പാൽപ്പായസം, ഇങ്ങനെ എല്ലാ നിവേദ്യങ്ങളൊക്കെ എല്ലാം കൂടി ഇങ്ങനെ കഴിച്ച് വെണ്ണയും പാലും അങ്ങനെ എല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ കുഞ്ഞിക്കുമ്പോ അങ്ങനെ കുറച്ച് വീർത്തിട്ടുണ്ട് കേട്ടോ. നല്ല കൗതുക കാണാൻ. ആ ചെറുതായിട്ട് വീർത്ത് കുഞ്ഞിക്കുമ്പേൻ്റെ മുകളിൽ ആ കിങ്ങിണി കിടക്കണം കാണാൻ അതിലേറെ കൗതുകം. മിടുമിടുക്കനായിട്ടൊരു ഉണ്ണി. കഴുത്തിൽ നല്ല ഭംഗിയുള്ളൊരു മാങ്ങാമാല, പിന്നെ കാശിമാല പോലത്തെ ഒരു മാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ കാണാൻ നല്ല കൗതുക. കൈവളകൾ, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിലൊരു വെണ്ണുരുള പിടിച്ചിട്ടുണ്ട്, ഇടത്തെ കയ്യിലൊരു ഓടക്കുഴലും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ ശ്രീലകത്ത്. ഉണ്ണിക്കണ്ണനെ കാണാൻ തന്നെ കൗതുകം. പിന്നെ ഈ വെണ്ണയും ഓടക്കുഴൽ കയ്യിലുണ്ടായ ഉണ്ണിക്കണ്ണൻ്റെ പ്രത്യേക സന്തോഷം. അങ്ങനെ ആനന്ദമായിട്ടാണ് നിൽക്കണ ഉണ്ണി. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണക്കൊപ്പി, നല്ല ഭംഗിയുള്ള മുഖം, നല്ല കൗതുക മുഖം കാണാൻ. പുഞ്ചിരി തൂകിയും കൊണ്ടാണ് നിൽക്കണത്. ഭക്തന്മാരങ്ങനെ മനസ്സങ്ങണ്ട് അല്ലെങ്കിൽ കണ്ടാൽ തന്നെ അത്ര രസമായിട്ട് ആ ചിരി പുഞ്ചിരി കേട്ടോ. അതുപോലെ ചന്ദ്രൻ കളഭം കൊണ്ട് നല്ല ഭംഗിയായിട്ട് കിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു പീലി ചാർത്തിയിട്ടുണ്ട്. പിന്നെ തിരുമുടി മാലകൾ 2 ചാർത്തിയിരിക്കുന്നത്. തെച്ചിയും തുളസിയും വെളുത്തപ്പൂവായിട്ടുള്ള ഒന്ന്, പിന്നെ തെച്ചിയും തുളസിയും മാത്രമായിട്ട് ഒന്ന്, ധാരാളമായിട്ട് അങ്ങനെ 2 തിരുമുടി മാലകൾ. കഴുത്തിൽ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ. ഒന്നെങ്ങനെയാ വെച്ചാൽ തെച്ചിപ്പൂക്കൾ ധാരാളം, കുറച്ച് തുളസിപ്പൂവ്, പിന്നെയും തെച്ചിപ്പൂക്കൾ ധാരാളം, കുറച്ച് വെളുത്ത പൂവ്, അങ്ങനെ പിന്നെയും വീണ്ടും തെച്ചി, അങ്ങനെ താഴത്തെ തൃപ്പാദത്തിലേക്ക് എത്തുമ്പോഴേക്കും തുളസിപ്പൂവായിട്ട് നല്ല തടിച്ചുരുണ്ടൊരു ഉണ്ടമാല. മറ്റേ ഉണ്ടമാലയോ 4 പൂക്കളായിട്ടാണ്. തെച്ചി, തുളസി, വെളുത്തപ്പൂവ്, താമര, ആ 4 പൂക്കളോട് കൂടിയുള്ള തടിച്ചുരുണ്ടൊരു ഉണ്ടമാല. അങ്ങനെ 2 ഉണ്ടമാല, 2 തിരുമുടിമാലയാണ് ചാർത്തിയിരിക്കുന്നത്. ഈ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഒന്നെങ്ങനെ വെച്ചാൽ തെച്ചിപ്പൂവും തുളസിപ്പൂവായിട്ട് നല്ല വനമാല പോലെ നല്ല ഭംഗിയുള്ളത്, പിന്നെ താമരം തുളസിയായിട്ട് ഒന്നുള്ളത്, പിന്നെ വെളുത്ത പൂവും തുളസിയായിട്ടുള്ളത് ഒന്ന്, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ട് 2. അങ്ങനെ 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ട് നിർത്തി. ഒരു ആനന്ദാല ശ്രീലകത്ത് ആ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെ കിടന്നിട്ട് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ ആ വെണ്ണയും മുടക്കൊള്ളും പിടിച്ച് ആ പുഞ്ചിരി തൂക്കി നിൽക്കണ കണ്ടാൽ വേറെ ഒന്നും വേണ്ടതേ വേണ്ട. എന്നും ഈ ദർശനം കണ്ട് കിട്ടിയാൽ മതി. ആ ശ്രീലകത്തെ പൊന്നുണ്ണി കണ്ണൻ്റെ ഒരു ആനന്ദം തന്നെയാണ്. ആ ഉണ്ണിക്കണ്ണനാണ് ഇപ്പം എല്ലാം കൂടി നല്ല സന്തോഷമാവും നമുക്ക്. അങ്ങനെ മിടുമിടുക്കനായിട്ടൊരു ഉണ്ണി. നാരായണ അനുഗ്രഹിക്കണേ. തട്ടിക്കേറിയമെൻ്റെ ദൂതരരികെത്തെത്തുമ്പോൾ വല്ലാതെ ഞാൻ ഞെട്ടി, ദീനത മൂലമെൻ്റെ മിഴിയിൽ ബാഷ്പം പൊടിച്ചിടവേ, പെട്ടെന്നായതു നീലമേഘതതിനായി തീർന്നിട്ടതിൽ ഗോപിയും പട്ടും പീലിയും ഉല്ലസ മുരളിയും കാണുന്നതെന്നാണു ഞാൻ. മനസ്സിലാവുന്നുണ്ട്. കാരണം എന്നും തെളിഞ്ഞു വരുന്നുണ്ട്, എന്നും കാണാൻ പറ്റുന്നുണ്ട്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ ഉച്ചപൂജ എഴുതിയൊക്കെ ഉച്ചപൂജയും കഴിഞ്ഞ് നിൽക്കണ സന്തോഷത്തോടു കൂടി നിൽക്കണ പൊന്നുണ്ണി കണ്ണൻ്റെ കയ്യിൽ വെണ്ണുരുളിയും മറ്റേ കയ്യിൽ ഉടക്കൊള്ളും പിടിച്ചിരിക്കണ ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക. എന്താ ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാദം മിനുമിനാന്നായിട്ട് മൃദുത്വത്തോടു കൂടി ആ 2 തൃപ്പാദം അങ്ങോട്ട് മുറുകെ പിടിക്കുക. നല്ല സന്തോഷവും നമുക്ക്. ആ തിരുമുഖം നോക്കുക. അപ്പോൾ അങ്ങനെ പുഞ്ചിരി നോക്കി ഞാൻ ഉണ്ട്, കൂടെ ഉണ്ട് എന്നുള്ള ഭാവത്തിൻ്റെ ഒരു പുഞ്ചിരിയെ കണ്ട പിന്നെ വേറെ എന്തെങ്കിലും വേണം. അത്ര സന്തോഷത്തോടെ നിൽക്കണം. ആ ഉണ്ണിക്കണ്ണൻ്റെ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കുക. ആ ശ്രീലകത്ത് നിൽക്കുന്നത് സച്ചിദാനന്ദ കട്ടയാണ്. ആ ആനന്ദക്കട്ട എൻ്റെ തൃപ്പാദം പിടിച്ച് തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം. നമുക്ക് ജപിക്കല്ലേ നാമം. നാരായണ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.